Hello my dear students, welcome back to my channel Ncert Malayalam. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Ncert ക്ലാസ് 9th ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി റീഡറിലെ ചാപ്റ്റർ 5 ഹാപ്പി പ്രിൻസ് ആണ്. ഹാപ്പി പ്രിൻസിൻ്റെ ഫൈനൽ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ലിറ്റിൽ സ്വാലോ എന്തായി, ഇപ്പോൾ നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. കാരണം ഹാപ്പി പ്രിൻസ് എന്ത് ചെയ്തു, തൻ്റെ റൂബിയും സാഫയറൊക്കെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണുകളിലെ സാഫയർ നഷ്ടമായിട്ടിരിക്കുകയാണ്. സാഫയർ നഷ്ടമായിട്ടപ്പോൾ നമ്മുടെ ഹാപ്പി പ്രിൻസ് ബ്ലൈൻഡായി അല്ലേ, കണ്ണ് പൊട്ടനായി. ഇപ്പോൾ നമ്മുടെ സ്വാലോ എന്ത് ചെയ്യുന്നു, ജീവിതകാലം മൊത്തം ഹാപ്പി പ്രിൻസിൻ്റെ കൂടെ താമസിക്കാമെന്ന് ഓഫർ ചെയ്യുകയാണ് അല്ലേ. All the next day he sat on Prince's shoulder and told him the stories of what he had seen in the strange lands. അപ്പോൾ പിറ്റേ ദിവസം മുതൽ നമ്മുടെ സ്വാലോ എന്ത് ചെയ്തു, ഹാപ്പി പ്രിൻസിനോട് ഓരോ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള അല്ലേ, ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. ഡിയർ ലിറ്റിൽ സ്വാലോ, സെഡ് ദ പ്രിൻസ്, you tell me the marvelous things, but more marvelous than anything is the suffering of men and women. There is no mystery so great as misery. Fly over my city, little swallow, and tell me what you see there. അപ്പോൾ നമ്മുടെ സ്വാല എന്താവട്ടെ, ഇപ്പം സ്വാലിനോട് ഇങ്ങനെ ഫ്രണ്ട്സ് പറയാണ്, നിനക്ക് ഒരുപാട് കഥകൾ, നിങ്ങൾ നല്ല അടിപൊളി കഥകളൊക്കെ പറയും, പക്ഷേ ഏറ്റവും നല്ല മാർവലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സഫറിങ് ആണ് അല്ലേ, അനുഭവങ്ങളാണ്. അതായത് ഒരു മിസ്റ്ററിയും ഇല്ല അല്ലെങ്കിൽ ഒരു സീക്രട്ടും ഇല്ല. അതായത് ഏറ്റവും കൂടുതൽ ഉള്ളത്, ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ളത് മിസറിയാണ് അല്ലേ, സാഡ്നെസ് ആണ്. അപ്പോൾ എൻ്റെ സിറ്റിയിൽ മൊത്തം പറഞ്ഞിട്ട് ലിറ്റിൽ സ്വാലോ, നീ ഒരു കാര്യം പറയാം, നിനക്ക് എന്തൊക്കെയാണ് അവിടെ കാണുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് വിശദമാക്കി തരണമെന്ന് പ്രിൻസ് പറയാണ് സ്വാലോയുടെ അടുത്ത്. So the swallow flew over the great city and saw the rich making merry in the beautiful houses, and while the beggars were sitting in the gates. അപ്പോൾ സ്വാലോ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാര്യമാണ് മനസ്സിലാക്കിയത്, റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷേ ബെഗേഴ്സ് ആണെങ്കിൽ അവരുടെ ഗേറ്റ്സിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. He flew into dark lanes and saw the white faces of the starving children looking out listlessly at the black streets. അപ്പോൾ അവർ ഇങ്ങനെ കറുത്ത വരാന്തകളിലൂടെ നോക്കിയപ്പോൾ നമ്മുടെ സ്വാലോ കണ്ടെന്ന് വെച്ചാൽ അതായത് പട്ടിണി കിടക്കുന്ന ചിൽഡ്രൻസ് അല്ലേ, സ്റ്റാർവിങ് ആയിട്ടുള്ള ചിൽഡ്രൻ, പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ മുഖം ഇങ്ങനെ വൈറ്റായി കിടക്കുന്നത്, അതായത് അവരുടെക്ക് ഭക്ഷണമൊന്നും കിട്ടാതെ അവരുടെ മുഖം വിളറിയിരിക്കുകയാണ്. അവരാണെങ്കിൽ ലിസ്റ്റ്ലെസ്ലി അല്ലെങ്കിൽ എയിംലെസ്ലി അല്ലേ, ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ആ ബ്ലാക്ക് സ്ട്രീറ്റ് ഇങ്ങനെ നോക്കിയിരിപ്പാണ്. Under the archway of the bridge, two little boys were lying in each other's arms to try and keep themselves warm. അപ്പോൾ ആർച്ച്വേൻ്റെ ബ്രിഡ്ജിന് താഴെയാണെങ്കിൽ രണ്ട് ആൺകുട്ടികൾ, ചെറിയ ആൺകുട്ടികൾ, അവർ തമ്മിൽ ഒപ്പരം, അതായത് പരസ്പരം എന്താക്കുകയാണ്, വാമാക്കുകയാണ് അല്ലേ. How hungry we are, they said. You must not lie here, shouted the watchman, and they wandered out into the rain. അപ്പോൾ എത്രത്തോളം വിശപ്പാണ് അപ്പോൾ നമുക്ക് ഉള്ളത് അല്ലേ, ഭയങ്കര വിശപ്പാണ്. കുട്ടികൾ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വാച്ച്മാൻ അവരെ അടിച്ചോടിക്കുകയാണ്. എന്നിട്ട് അവർ മഴയത്തേക്ക് പോവുകയാണ്. Then he flew, അതായത് സ്നോ റെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. Then he flew back and told the princess what he had seen. അപ്പോൾ നമ്മുടെ സ്വാലോ എന്ത് ചെയ്തു, ഈ കഥ പ്രിൻസിനോട് പറന്നു പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തു. I am covered with fine gold, said the prince. You must take it off leaf by leaf and give it to the poor. The living always look that gold can make them happy. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ മുകളിലുള്ള ഇങ്ങനെ ലീഫ് പോലത്തെ ഗോൾഡ് എന്ത് ചെയ്യണം, നീ അവർക്ക് കൊടുക്കണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു വിചാരം, അല്ലെങ്കിൽ അവരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഗോൾഡ് എപ്പോഴും അവരെ ഹാപ്പി ആക്കും, അല്ലെങ്കിൽ ഗോൾഡ് എപ്പോഴും അവരെ സന്തോഷവാന്മാരാക്കും എന്നാണ്. ലീഫ് ആഫ്റ്റർ ലീഫ് ഓഫ് ദ ഫൈൻ ഗോൾഡ് ദ സ്വാലോ പിക്ഡ് ഓഫ് ടിൽ ദ ഹാപ്പി പ്രിൻസ് ലുക്ഡ് ക്വൈറ്റ് ഡൾ ആൻഡ് ഡ്രീ. അപ്പോൾ സ്വാലോ എന്ത് ചെയ്തു, ഓരോരോ ലീവ്സ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ഹാപ്പി പ്രിൻസ് ആവട്ടെ ആകെ ഡള്ളായിട്ട് ഗ്രേ കളറിലായി മാറി. ലീഫ് ആഫ്റ്റർ ലീഫ് ഓഫ് ദ ഫൈൻ ഗോൾഡ് ഹി ബ്രോട്ട് to the poor, and the children's faces grew rosier and they laughed and played in the street. We have bread now, they cried. അപ്പോൾ ഇങ്ങനെ ഓരോ ലീവ്സ് എടുത്തിട്ട് കൊടുത്തപ്പോൾ ചിൽഡ്രൻ്റെ, അതായത് കുട്ടികളുടെ മുഖമാണെങ്കിൽ ഭയങ്കര റോസിയറായില്ല, ഭയങ്കര സന്തോഷമായി. അവർ ചിരിച്ചിട്ട് അവരിങ്ങനെ സ്ട്രീറ്റിൽ കളിക്കാൻ തുടങ്ങി. ഇപ്പം നമുക്ക് എന്തുണ്ട്, ബ്രെഡ് ഉണ്ട് അല്ലേ, ഇപ്പം നമുക്ക് ബ്രെഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കരയാൻ തുടങ്ങി.
Then the snow came, and after the snow came the frost. The streets looked as if they were made of silver. അപ്പോൾ സ്നോ വന്നു, അതിന് ശേഷം എന്ത് ചെയ്തു, ഫ്രോസ്റ്റ് വന്നു. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റ്സൊക്കെ ഇപ്പോൾ സിൽവർ കൊണ്ട് ഇങ്ങനെ അടിഞ്ഞ രീതിയിലാണ്, കാരണം ഫുള്ള് സ്നോ ആണല്ലോ അല്ലേ. Everybody went about in furs, and little boys wore scarlet caps and skated on the ice. എല്ലാവരും എന്ത് ചെയ്തു, ഇങ്ങനത്തെ സ്വെറ്റേഴ്സൊക്കെ ആയിട്ടുള്ള ഫേർഡ് ക്ലോത്ത്സ് ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ രോമങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. ഓരോ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ സ്കാർലറ്റ് ക്യാപ്പിൽ അവരത് ധരിക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു, ഐസിൻ്റെ മുകളിൽ ഇങ്ങനെ സ്കേറ്റ് ചെയ്യാൻ തുടങ്ങി. The poor little swallow grew colder and colder, but he would not leave the prince. He loved him very well. അതായത് ലിറ്റിൽ സ്വാലോ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പ് കൂടി വരികയാണ്, അവന് തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അവനൊരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ പ്രിൻസിനെ ലീവ് ചെയ്യില്ല അല്ലേ, പ്രിൻസിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. കാരണം അത്രത്തോളം ഇഷ്ടമാണ് നമുക്ക് സ്വാലോയ്ക്ക് പ്രിൻസിനെ. He picked up crumbs outside the baker's door when the baker was not looking, and tried to keep himself warm by flapping his wings. അപ്പോൾ ഭക്ഷണത്തിനാണെങ്കിൽ അവിടെ ഒരു ബേക്കർ ഉണ്ടായിരുന്നു. ബേക്കർ ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ബേക്കർ ശ്രദ്ധിക്കാത്ത സമയത്ത് അവിടെ പോയിട്ട് ബ്രെഡ് ക്രംസ് പെറുക്കിയെടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇനി തണുപ്പിൽ നിന്ന് മോചനം തേടാനാണെങ്കിൽ അതെപ്പോഴും ഇങ്ങനെ അവൻ്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇട്ടടിക്കാറുണ്ടായിരുന്നു എപ്പോഴും. അതെപ്പോഴും കീപ്സ് ഹിംസെൽഫ് വാം അല്ലേ, അതെപ്പോഴും അവനെ വാമായിട്ട് കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് അറ്റ് ലാസ്റ്റ് ഹി ന്യൂ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഡൈ. ഹി ഹാഡ് ജസ്റ്റ് ഇനഫ് സ്ട്രെങ്ത് ടു ഫ്ലൈ അപ്പ് ടു ദ പ്രിൻസസ് ഷോൾഡർ വൺസ് മോർ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവസാനം, നമ്മുടെ സ്വാലോ ഇപ്പോൾ മരിക്കാൻ പോവാണ് അല്ലേ, സ്വാലോ ഇപ്പോൾ ചത്തു പോവാണ്. കാരണം ഇപ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രെങ്ത് ഒന്നുമില്ല. പക്ഷെ എന്ത് ചെയ്തു, അത് പ്രിൻസസിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ പ്രിൻസസിൻ്റെ ഷോൾഡറിലേക്ക് പോയി ഫ്ലൈ ചെയ്തിട്ട് പറഞ്ഞു, ഗുഡ് ബൈ ഡിയർ പ്രിൻസ്, ഹി മർമർഡ്, വിൽ യു ലെറ്റ് മീ കിസ് യുവർ ഹാൻഡ് അല്ലേ. അതായത് ബായ് എന്ന് പറയാണ് പ്രിൻസിനോട്, ഞാൻ നിങ്ങളുടെ കൈകൾ ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ പ്രിൻസിൻ്റെ അടുത്ത് നമ്മുടെ സ്വാലോ. I'm glad that you're going to Egypt at last, little swallow, said the prince. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നീ ഈജിപ്തിൽ പോവുകയാണല്ലോ എന്നൊരു സന്തോഷമാണ് ഇപ്പോൾ എനിക്കുള്ളത്. You have stayed too long here, but you must kiss me on the lips for I love you. അല്ലേ, അതായത് നീ ഒരുപാട് കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട്, പക്ഷെ നീ എന്ത് ചെയ്യണം, എൻ്റെ ലിപ്സിലാണ് കിസ് ചെയ്യേണ്ടത്, കാരണം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. It's not to Egypt I'm going, said the swallow. I'm going to the house of death. Death is the brother of sleep, is he not? അല്ലേ, ഞാൻ ഈജിപ്തിലേക്കൊന്നുമല്ല പോകുന്നത്, പക്ഷെ ഞാൻ പോകുന്നത് എവിടേക്കാണ്, ഡെത്തിലെ, എന്നെ മരണമാണ് കൊണ്ടുപോകുന്നത് അല്ലേ, മരണത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. കാരണം ഡെത്ത് എന്ന് പറയുന്നത് സ്ലീപ്പിൻ്റെ വേറൊരു ബ്രദറാണല്ലോ അല്ലേ, അല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പ്രിൻസിൻ്റെ അടുത്ത്. ആൻഡ് ഹി കിസ്ഡ് ദ ഹാപ്പി പ്രിൻസ് ഓൺ ഹിസ് ലിപ്സ് ആൻഡ് ഫെൽ ഡൗൺ ഡെഡ് അറ്റ് ഹിസ് ഫീറ്റ്. അങ്ങനെ ശേഷം നമ്മുടെ സ്വാലോ എന്ത് ചെയ്തു, നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കുകയാണ്. അതിന് ശേഷം അത് ഇങ്ങനെ ചത്ത് വീഴുകയാണ് അല്ലേ, അതായത് നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ ഫീറ്റിലേക്ക് ചത്ത് വീഴുകയാണ്. At that moment, a curious crack sounded inside the statue as if something had broken. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ നിന്നൊരു ക്രാക്ക് സൗണ്ട് കേട്ടു. അപ്പോൾ എന്തോ ഒരു സാധനം അതിനെ പൊട്ടിയ പോലെ തോന്നി. The fact is that leaden heart had snapped right into two. It certainly was dreadful had frost. അപ്പോൾ നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ ആ ലെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഹാർട്ട് അത് രണ്ടായിട്ട് ഇങ്ങനെ പിഴുതെറിഞ്ഞു. അതായത് ഒരു വലിയൊരു ഫ്രോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രെഡ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രോസ്റ്റിൻ്റെ ഷേപ്പിലായിരുന്നു അത് രണ്ടായിട്ട് മാറിയത്. Early the next morning, the mayor was walking in the square below in company with town councillors. അപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്തു, മേയർ ഇങ്ങനെ നടക്കുകയായിരുന്നു, ടൗൺ കൗൺസിലേഴ്സിൻ്റെ കമ്പനിയിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ആസ് ദേ പാസ് ദ column, he looked up the statue. Dear me, how shabby the happy prince looked, he said. അല്ലേ, അപ്പോൾ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയപ്പോൾ നോക്കൂ എത്രത്തോളം വികൃതമായിട്ടിരിക്കുന്നു നമ്മുടെ ഹാപ്പി പ്രിൻസ്, അല്ലെങ്കിൽ എത്രത്തോളം മോശമായിട്ടിരിക്കുന്നു, ഷാബി ആയിട്ടിരിക്കുന്നു നമ്മുടെ ഹാപ്പി പ്രിൻസ് എന്ന് മേയർ പറയാണ്. How shabby indeed, cried the
town councillors who always agreed with the mayor and they went up to the look at it. അല്ലേ, ടൗൺ കൗൺസിലേഴ്സ് പറഞ്ഞു ശരിയാണ്, എത്രത്തോളം ഷാബിയാണ് ഈ പറയുന്ന സ്റ്റാച്യു എന്ന് പറയാണ്. അവരെപ്പോഴും മേയർ പറയുന്ന കാര്യങ്ങളെ എഗ്രി ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവരിങ്ങനെ സ്റ്റാച്യുവിനെ നോക്കുകയാണ്. Ruby had fallen out of his sword. His eyes are gone and he is golden no longer. അപ്പോൾ റൂബി അവൻ്റെ സ്വാഡിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണുകളിൽ സാഫയർ സ്റ്റോൺസും കാണാനില്ല. ഇപ്പോൾ ഒരിക്കലും അതിങ്ങനെ ഗോൾഡൻ കളറിലായിട്ട് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാമെന്ന് മേയർ. ഇൻഫാക്ട് ഹി ഈസ് ലിറ്റിൽ ബെറ്റർ ദാൻ എ ബെഗർ. ബെഗറിനെ ഒരു ഭിക്ഷക്കാരനെക്കാളും ബെറ്റർ ആണെന്നുള്ള രീതിയിൽ ബാക്കി പറയാണ്, മേയർ പറയാണ്. ലിറ്റിൽ ബെറ്റർ ദാൻ എ ബെഗർ സെഡ് ദി ടൗൺ കൗൺസിലേഴ്സ്. അപ്പോൾ ടൗൺ കൗൺസിലേഴ്സ് എന്ത് ചെയ്തു, അതുപോലെ തന്നെ തിരിച്ചു മൊഴിയാണ്, അതെ ബെഗറിനെക്കാളും ബെറ്റർ ആണെന്ന് പറയാണ്. ആൻഡ് ദർ ഈസ് ആക്ച്വലി എ ഡെഡ് ബേർഡ് അറ്റ് ഹിസ് ഫീറ്റ് കണ്ടിന്യൂഡ് ദ മേയർ. ഇത് നോക്കൂ, ഒരു ഡെഡ് ബേർഡ് ഉണ്ട് അവൻ്റെ ഫീറ്റിൽ അല്ലേ. വി മസ്റ്റ് റിയലി ഇഷ്യൂ എ പ്രൊക്ലൈമേഷൻ ദാറ്റ് ബേർഡ്സ് ആർ നോട്ട് ടു ബി അലൗഡ് ടു ഡൈ ഹിയർ. നമുക്കൊരു അനൗൺസ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രൊക്ലൈമേഷൻ നടത്തണം, ബേർഡ്സ് ഒരിക്കലും ഇവിടെ വന്നിട്ട് ചാവാൻ പാടില്ല, ഇവിടെ വന്ന് ചത്ത് കിടക്കാൻ പാടില്ല എന്ന് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യണം. ആൻഡ് ദ ടൗൺ ക്ലർക്ക് മെയ്ഡ് എ നോട്ട് ഓഫ് ദ സജഷൻ. ഇപ്പോൾ ടൗൺ ക്ലർക്ക് എന്ത് ചെയ്തു, ആ ഒരു നോട്ട് ഇങ്ങനെ എഴുതി വെച്ചു. സോ ദേ പുൾ ഡൗൺ ദ സ്റ്റാച്യു ഓഫ് ദ ഹാപ്പി പ്രിൻസ് ആസ് ഹീ ഈസ് നോ ലോങ്ങർ ബ്യൂട്ടിഫുൾ, ഹി ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഹാപ്പി പ്രിൻസിൻ്റെ ആ സ്റ്റാച്യു അവിടുന്ന് താഴെ ഇറക്കി. കാരണം ഇതൊരിക്കലും ഇപ്പോൾ ഇനി ബ്യൂട്ടിഫുള്ളും അല്ല, അതുപോലെ തന്നെ ഇത് ഒരിക്കലും ഒരാൾക്ക് യൂസ്ഫുള്ളും അല്ല എന്നുള്ള രീതിയിൽ ആർട്ട് പ്രൊഫസർ ഓഫ് ദ യൂണിവേഴ്സിറ്റി പറഞ്ഞു. Then they melted the statue in furnace. ഒരു ഫേർണസിൽ അത് സ്റ്റാച്യുവിനെ മെൽറ്റ് ചെയ്തു, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു. വാട്ട് എ സ്ട്രേഞ്ച് തിങ് സെഡ് ദ ഓവർസിയർ ഓഫ് ദ വർക്ക്മാൻ അറ്റ് ദ ഫൗണ്ടറി. ഫൗണ്ടറി എന്ന് പറയുന്നത് ഒരു ഫാക്ടറി, അതിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കത്തിച്ചു കളയുന്ന ഫാക്ടറിനെയാണ് നമ്മൾ ഫൗണ്ടറി എന്ന് പറയുന്നത്. അവിടുത്തെ ആൾക്കാർ ഓവർസിയർ പറയാണ്, അതായത് ദിസ് ബ്രോക്കൺ ലെഡ് ഹാർട്ട് വിൽ നോട്ട് മെൽറ്റ് ഇൻ ദ ഫേർണസ്. ഈ ഒരു ഫേർണസിൽ ആ ബ്രോക്കൺ ആയിട്ടില്ല അല്ലെങ്കിൽ ആ പൊട്ടിപ്പോയ ലെഡ് ഹാർട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, മെൽറ്റ് ആവില്ല. വി മസ്റ്റ് ത്രോ ഇറ്റ് അവേ. അത് ഒരിക്കലും എടുത്തെറിയണം എന്ന് പറയും. സോ ദേ ത്രൂ ഇറ്റ് ഓൺ ദ ഡെസ്ക് ഹീപ്പ് വേർ ദി ഡെഡ് സ്വാലോ വാസ് ഓൾസോ ലൈങ്. അപ്പോൾ അതെന്ത് ചെയ്തു, അതൊരു ഹീപ്പ് അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഡസ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഹീപ്പ് എന്ന് പറയുന്നത്. അവിടേക്ക് വലിച്ചെറിയുകയും അവിടെയായിരുന്നു അവിടെയാണ് നമ്മുടെ സ്വാലോ ബേർഡ് ഇങ്ങനെ ചത്ത് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഹെവനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. Bring me the two most precious things in the city, said the god. അപ്പോൾ ദൈവം പറയാണ്, ആ സിറ്റിയിലെ രണ്ട് പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെ രണ്ട് വിലപിടിപ്പുള്ള കാര്യങ്ങളെ കൊണ്ടുവരുമെന്ന് ഏഞ്ചൽസിനോട് പറയാണ് അല്ലേ. ആൻഡ് ഏഞ്ചൽ ബ്രോട്ട് ഹിം ദ ലെഡൻ ഹാർട്ട് ആൻഡ് ദ ഡെഡ് ബേർഡ്. അപ്പോൾ ഏഞ്ചൽ എന്താ കൊണ്ടുവന്നത്, ആ ലെഡൻ ഹാർട്ടും അതുപോലെ തന്നെ ആ ഡെഡ് ബേർഡിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. യു ആർ റൈറ്റ്ലി ചൂസൺ സെഡ് ഗോഡ്. അല്ലേ, നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. For in my garden of paradise this little bird shall sing forevermore. അപ്പോൾ എൻ്റെ സ്വർഗത്തിലെ അവിടുത്തെ പാരഡൈസിലെ അവിടുത്തെ ഗാർഡനിലെ ഈ ലിറ്റിൽ ബേർഡ് കാലാകാലം ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇൻ മൈ സിറ്റി ഓഫ് ഗോൾഡ് ദ ഹാപ്പി പ്രിൻസ് ഷാൾ പ്രൈസ് മീ. അപ്പോൾ എൻ്റെ സ്വർണത്തിൻ്റെ സിറ്റിയിൽ ഹാപ്പി പ്രിൻസ് എപ്പോഴും എന്നെ ഇങ്ങനെ പുകഴ്ത്തും. അതായത് ഹാപ്പി പ്രിൻസ് വിൽ ബി മൈ അഡ്മയറർ അല്ലേ, എന്നെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്ന ദൈവം പറയാണ്. അപ്പോൾ അത്രത്തോളം സ്വീറ്റായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സ്റ്റോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്.